വെൽക്കം ടു സാറാസ് കൾനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചക്ക ഫ്രൈ ഇറച്ചി മസാലയിൽ ഉണ്ടാക്കിയതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിനുള്ള ചക്ക നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇടിച്ചക്കയുടെ ഇച്ചിരി കൂടെ മൂപ്പ് വേണം, എന്നാലേ എൻ്റെ കുരു ഒന്നും മൂക്കാൻ പാടില്ല. അങ്ങനത്തെ ചക്കയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ എടുത്തിട്ട് അതിൻ്റെ പുറംതൊലിയൊക്കെ ഇതുപോലെ ചെത്തിക്കളഞ്ഞിട്ട് എടുക്കണം. അതായത് മൊത്തം നമ്മൾ പുറംതൊലി ചെത്തിക്കളയരുത്, കുറച്ച് പുറംതൊലി ചെത്തിക്കളഞ്ഞ് കുറച്ച് അവിടെ വെച്ചേക്കണം. നമുക്കത് ഫ്രൈ ചെയ്യാൻ ഈസി ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നടുവിലെ കൂഞ്ഞി എന്ന് പറഞ്ഞാൽ അത് സാധനം ചെത്തിക്കളയണം. അതും കുറച്ചവിടെ നിർത്തണം. അത് മൊത്തം കംപ്ലീറ്റ് ചെത്തരുത്. ചെത്തിക്കളഞ്ഞാൽ പിന്നെ നമ്മുടെ ചക്കയുടെ ചുളകൾ അടന്നു പോവും. അതിനാണ് കുറച്ചവിടെ നിർത്തിയിരിക്കണം. ഞാനിവിടെ ചെയ്തിരിക്കുന്ന പോലെ ചെയ്യണം. എന്നിട്ട് ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് അങ്ങനെ കഷ്ണമാക്കി മുറിച്ചെടുക്കണം. ഇനി അത് നമ്മൾ വറക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇങ്ങനെ ഇത് ഏകദേശം ഒരു 3/4 കിലോ ചക്കയുണ്ട്. ഇതിനെല്ലാം ഇതേപോലെ മുറിച്ചെടുക്കാം നമുക്ക്. നമ്മളതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞളുമാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് ആ ചക്കയിൽ ചേർത്ത് പിടിപ്പിക്കണം. എന്നിട്ടൊരു 10-25 മിനിറ്റ് ഇരുത്തതിന് ശേഷമാണ് നമ്മളിനി ഫ്രൈ ചെയ്യുന്നത്. മഞ്ഞൾ തേച്ച് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഞ്ഞൾ തേച്ചില്ലെങ്കിൽ അത് കറുത്ത് പോകും. നമ്മളിവിടെ 2 സവോള, ഒരുവിധം വലിയ സവോള 2 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-10 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വറുക്കാം. ഞാൻ കുറച്ച് എണ്ണയ്ക്കകത്ത് കുറേശ്ശെയാണ് വറക്കുന്നത്. ഒന്നിച്ച് വറക്കണമെങ്കിൽ ഒന്നിച്ച് വറക്കാം. ഞാൻ എണ്ണ ഇത് വയ്ക്കാൻ വേണ്ടി കുറേശ്ശെ ഇട്ടാണ് വറക്കുന്നത്. അത് നന്നായിട്ട് നല്ല മൊരിച്ചെടുക്കാമെങ്കിൽ പിന്നെ നമുക്ക് അത് കഴിക്കാനും സുഖമാണ്. ഹാഫായിട്ട് എടുക്കരുത്, നന്നായിട്ട് മൊരിഞ്ഞെടുക്കണം. ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് ഈ ചക്കക്കുരുവും ഇതിൻ്റെ ചവണി എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. കാര്യം ആ പരുവത്തിലുള്ള ചക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇത് നമ്മുടെ നന്നായിട്ട് ഒരുവിധം മൂത്തിട്ടുണ്ട്. ഈ പരുവം മതിയാവും. നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട്. ഈ സമയം നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ചക്കയുടെ പീസുകളും കൂടെ വറുത്തെടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തേക്കുന്നത്. എണ്ണ നമ്മൾ കണ്ടുപോകാനും ചക്കയിലുണ്ടാവും. അതുകൊണ്ട് എണ്ണ മാക്സിമം കുറയ്ക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ 2 സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇവിടെ സവോള നമ്മൾ നന്നായി മൂത്തതിന് ശേഷമേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടത്തുള്ളൂ. മസാല ഇട്ടണമെങ്കിൽ അത് ആവശ്യമാണ്. അതുകൊണ്ട് നന്നായി നമ്മുടെ സവോള മൊരിയട്ടെ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് ഉണ്ട് രണ്ടും കൂടെ. അത് നമ്മൾ നമ്മുടെ സവോള മൂക്കുമ്പോൾ അത് അതിൻ്റെ കൂടെ ഇടും. അതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചമുളക് കൂടെ പിന്നെ 2ആയിട്ട് കീറിയിട്ട് ഇടുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇനി നന്നായിട്ട്
അത് പിന്നെ മൂക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചൊവ ഉണ്ടാവും. അത് മൂക്കുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇവിടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുളക് ഞാൻ ഒരു ടീസ്പൂൺ ഫുള്ളാണ് എടുത്തേക്കുന്നത്. ചക്കയ്ക്ക് എരിവ് കുറച്ച് മതിയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മസാലപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. മസാല എപ്പോഴും ഇടുന്ന ഉടനെ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ മസാല കരിയും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മസാല ഒന്ന് പച്ചക്കുത്തൊന്ന് മാറുമ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ഇടുക. ഇനി ഈ മസാലയും തക്കാളിയും കൂടെ തക്കാളി വെന്ത് ചേരുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് തക്കാളി നന്നായി വേകണം, എന്നാലാണ് നമുക്ക് ആ മസാല കിട്ടത്തുള്ളൂ. തക്കാളി അരച്ച് ചേർത്ത എപ്പോഴും ഞാൻ പറയുന്ന പോലെ തക്കാളി അരച്ച് ചേർക്കുമ്പോൾ ഒരു മധുരമാണ്. അതുകൊണ്ടാണ് ഞാൻ തക്കാളി അരച്ച് ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചും ചേർക്കാം. ഇവിടെ നമ്മൾ 1 ടീസ്പൂൺ കസൂരി മേത്തി ഇടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനിയും ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ അത് വേകണം. നമ്മുടെ തക്കാളി അതിനകത്ത് വെന്ത് ചേരണ്ട, അതുവരെ നമുക്ക് അത് ഇളക്കണം. അതുപോലെ ഇച്ചിരി ഉപ്പ് കൂടെ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും. കാര്യം നമ്മൾ ആകെ 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചക്കയുടെ കൂടെ ചേർത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ നമ്മൾ ഇപ്പം ചേർക്കും. പിന്നെ നമ്മൾ ഒന്നുകൂടെ നോക്കിയിട്ട് കുറച്ചുകൂടെ ചിലപ്പോൾ ആവശ്യം വരും. 1/2 ടീസ്പൂണിൻ്റെ കൂടെ ആവശ്യം വരും. അതാണ് ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ഇടുന്നത്. ചക്ക എപ്പോഴും ഉപ്പ് കുറവാണ് ആവശ്യം, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉപ്പിടുന്നത്. ഇനി ഇത് നമ്മൾ കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിയുമ്പോൾ ആ തക്കാളി വെന്ത് അതിനകത്തൂടെ ചേരും. ഇവിടെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഉപ്പിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ഇടുന്ന ഉപ്പിനനുസരിച്ചിരിക്കും. ചക്കയ്ക്ക് ഉപ്പ് കുറവ് മതി. ഇവിടെ ഞാൻ ചക്ക ഫ്രൈ ചെയ്തത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ നിങ്ങൾക്ക് മസാലകൾ കുറവായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഗരം മസാലകൾ എന്തെങ്കിലുമൊക്കെ ശകലം കൂടെ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. ഇവിടെ എനിക്ക് ഓക്കെയാണ്, നല്ല ടേസ്റ്റിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി ആ ചക്കയിലിട്ട മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് കുറച്ച് നേരം വെക്കാം. ഒരുപാട് കിടന്ന് അങ്ങനെ കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്, മെല്ലെ ചെയ്യാവൂ. നമ്മളത് പൊടിഞ്ഞു പോകും, അത് അങ്ങ് ഇതായിപ്പോകും. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് മല്ലിയില ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ഏറെ ഇടാം. ഇവിടെ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുള്ളൂ. അതിട്ടിട്ട് ഒന്ന് ഇതാക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക ഫ്രൈ ഇറച്ചി മസാല ഇട്ടത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാകും. ചപ്പാത്തിയോടൊക്കെ നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് എല്ലാവരും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സഹായിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.